ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കുറച്ചായിട്ട് നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്. ആർക്കു വേണമെങ്കിലും കമ്മിയാകാം, കൊങ്ങിയാകാം, സുഡാപ്പിയാകാം, പക്ഷേ സംഖ്യയാകരുത്. എനിക്ക് എത്രയോ സുഹൃത്തുക്കള് ഉണ്ടായിരുന്നെന്നറിയാമോ? സംഖ്യയായി എന്നതിന്റെ പേരില്, ഇവരൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചതാണ്, അതിന്റെ പേരില് ഒരുപാട് യുക്തിവാദി സുഹൃത്തുക്കൾ വരെ വിട്ടു നിൽക്കാൻ തുടങ്ങി. പിന്നീട് നോക്കുമ്പോ ഇന്ന് ആ യുക്തിവാദി സുഹൃത്തുക്കളൊക്കെ സംഖ്യകളായി മാറിയിരിക്കുന്നു. സന്തോഷം, ഇതങ്ങനെ തന്നെയാണ്. പാണ്ഡൻ നായുടെ പല്ലിന്റെ ശൗര്യം പണ്ടേ പോലെ ഫലിക്കില്ല എന്ന് പറയാറില്ലേ? മുമ്പത്തെ പോലെ ഇപ്പൊ സംഖ്യ വിളിയും ചാണക വിളിയൊന്നും വല്ലാതെ എങ്ങും എറിക്കില്ല. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ തന്നെയാണ് നമ്മളെ അങ്ങനെ ചിന്തിക്കാൻ പഠിപ്പിച്ചത്. നിങ്ങൾ എന്താണോ നമ്മളെ പറയുന്നത് അതാണ് നമ്മൾ എന്ന് നമ്മൾ അംഗീകരിച്ച് തന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ അടുത്ത ലെവൽ എവിടെ പോകും? നടക്കില്ല. നിങ്ങൾക്കത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളുടെ മതം, നിങ്ങളുടെ മതരാഹിത്യം, നിങ്ങളുടെ രാഷ്ട്രീയം, ഇതൊക്കെ സ്വീകരിക്കാനും പ്രചരിപ്പിക്കാനും ഫോളോ ചെയ്യാനും നിങ്ങൾക്ക് എത്രമാത്രം സ്വാതന്ത്ര്യമുണ്ടോ അത്ര തന്നെ സ്വാതന്ത്ര്യം മറ്റൊരാൾക്കുമുണ്ട് എന്ന് അംഗീകരിച്ചു കൊടുത്താൽ തീരാവുന്ന വിഷയമല്ലേ ഉള്ളൂ. പക്ഷെ പറ്റില്ല. നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം നമ്മുടെ ബിഗ് ബോസ് താരം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, അദ്ദേഹം തന്നെ പറയട്ടെ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറുമായിട്ടുള്ള ഒരു ഫോട്ടോ എന്റെ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഞാനൊന്ന് പോസ്റ്റ് ചെയ്തു ഒരു ദിവസം മുന്നേ. ക്യാപ്ഷൻ വന്നിട്ട് സാറിന്റെ പേര് എഴുതിയിട്ട് ഒരു ഹാർട്ട് മാത്രമാണ് ഇട്ടിരുന്നത്. ഓക്കെ, സോ പോസ്റ്റ് ചെയ്തതിന് ശേഷം എന്റെ കമന്റ് സെക്ഷനും എന്റെ ഡയറക്ട് മെസ്സേജും കംപ്ലീറ്റ് ആയിട്ട് ഹേറ്റ്, കംപ്ലീറ്റ് നെഗറ്റിവിറ്റി. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെറിവിളി, പച്ചത്തെറി. ഒരുപാട് പേര് ഭീഷണിപ്പെടുത്തുന്ന അക്കൗണ്ട്സ് എല്ലാം ഞാൻ നോക്കിയായിരുന്നു. നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാണെന്ന് തോന്നുന്നു. പക്ഷെ ഞാനങ്ങ് പേടിച്ചു. കൊച്ചു കുട്ടിയാണല്ലോ പേടിക്കാൻ വേണ്ടി. ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം? എനിക്ക് മനസ്സിലാവും. നമുക്ക് എല്ലാവരും വ്യക്തിപരമായിട്ട് ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെ? ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങൾ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ എന്റെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാനോ ഞാൻ വരുന്നില്ല. എന്റെ ഇഷ്ടങ്ങൾ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ്, എന്റെ കാഴ്ചപ്പാടുകളും. അത് മനസ്സിലാക്കാൻ തലയ്ക്കകത്ത് ആളുതാമസം വേണം. നമ്മുടെ മതവും നമ്മുടെ രാഷ്ട്രീയവും ഏതു വിഷയത്തിലെയും നമ്മുടെ അഭിപ്രായവും അതുപോലെ തന്നെ ആയിരിക്കണം മറ്റുള്ളവരും എന്ന് ആഗ്രഹിക്കുന്നതിന്റെ പേരാണ് തീവ്രവാദം. അത് ശരിയല്ല. അതൊരു തരം ബൗദ്ധിക നിലവാരത്തിൽ വളരെ താഴെ പോയ ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് സ്വതന്ത്രമായ വ്യക്തികൾക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. നിങ്ങളുടെ അഭിപ്രായം തന്നെ ആയിരിക്കണം മറ്റുള്ളവരും എന്ന് നിങ്ങൾ എങ്ങനെ ആഗ്രഹിക്കും? ഞാനിപ്പോൾ മതരഹിതയാണ്. നിങ്ങൾക്ക് മതവിശ്വാസം അനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നിങ്ങളുടെ മതം എന്നിൽ നിങ്ങൾ കുത്തിവെക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇവിടെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുന്നത്. ഇതൊരു ബഹുസ്വര രാജ്യമാണ്, നാനാത്വത്തിൽ ഏകത്വം വിളയാടുന്ന രാജ്യമാണ്. അതുകൊണ്ട് ഇവിടെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. ലൈവുകളിൽ വന്നിട്ട് ഞാൻ എന്റെ അഭിപ്രായം പറയാനാണ് എന്റെ അക്കൗണ്ട് തുറന്നിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് വന്നിട്ട് നിർത്തിപ്പോയിക്കൂടെ? എന്തിനാണ് ഇത് പറയുന്നത്? നിങ്ങൾ ഞാൻ എന്തിനാണ് പറയുന്നത് എന്നത് നിങ്ങളോട് പറയണമെന്നുണ്ടോ? രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കോ അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന നീതിപീഠത്തിനോ പോലും ഒരു വ്യക്തിയുടെ സ്വതന്ത്രമായിട്ടുള്ള അവകാശത്തിനു മേലെ ഒന്നും അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല എന്നിരിക്കെ നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരുടെ സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായങ്ങളിൽ കടന്നാക്രമിക്കുന്നത്? റോബിൻ രാധാകൃഷ്ണൻ ഒരു പക്ഷേ ഇപ്പോഴായിരിക്കും ഇത് അനുഭവിക്കുന്നത്. നമ്മൾ വർഷങ്ങളായിട്ട് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാ. എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ എന്റെ ഫേസ്ബുക്ക് വീഡിയോസോ ഫോട്ടോസോ അതല്ലെങ്കിൽ പോസ്റ്റുകളോ ഒക്കെ ഒന്ന് എടുത്ത് നോക്കിക്കേ. അതിന്റെ താഴെ മൊത്തം പൂര തെറിവിളികളാ. എന്തുകൊണ്ടാ? ഇസ്ലാം എന്താണ് എന്ന് പഠിച്ച് പുസ്തകങ്ങളിലൂടെ പ്രമാണങ്ങളിലൂടെ ഇസ്ലാം എന്താണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്നു. ഇതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പഠിപ്പിക്കൽ ഇത്ര വലിയ തെറ്റാണോ റോബിൻ? എന്റെ നിലപാടും അതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ആരെ ഇഷ്ടപ്പെടണം, ആരെ സപ്പോർട്ട് ചെയ്യണം, ഇതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, അല്ലെ? ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു റോബിൻ സംഖ്യയാണ്, ചാണകമാണ്, ചാണകത്തി ചവിട്ടി. ചാണകാകാനും സ്വാതന്ത്ര്യമുണ്ടല്ലോ. അതെന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമല്ലേ ഞാൻ ആരെ ഇഷ്ടപ്പെടണമെന്ന്. ഈ സെക്കൻഡിൽ ഞാൻ പറയും, എനിക്ക് ബിജെപി എന്ന് പറഞ്ഞൊരു പാർട്ടിയില് അംഗത്വം പോലും ഇല്ല. പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നത് എനിക്ക് ബിജെപി എന്ന് പറഞ്ഞൊരു പാർട്ടി ഇഷ്ടമാണ്. എനിക്ക് ശ്രീ നരേന്ദ്ര ഇവരാണ് ആളുകളെ സംഘികളാക്കുന്നതും കമ്മികളാക്കുന്നതും കൊങ്ങികളാക്കുന്നതും സുഡാപ്പികളാക്കുന്നതും ഒക്കെ നിങ്ങളാണ്. കേട്ടിട്ടില്ലേ? വെളുക്കാൻ തേച്ചത് പാണ്ടായിന്ന്. നിങ്ങളാണ്
BJPക്ക് ഇത്രയധികം ഭൂരിപക്ഷം മൃഗീയമായിട്ടുള്ള വോട്ടുകൾ നിങ്ങളാണ് BJPക്ക് നേടിക്കൊടുത്തത്. RSSനെ ഇവിടെ നിലയുറപ്പിക്കുന്നത് നിങ്ങളാണ്. RSSലേക്ക് സെലിബ്രിറ്റികളെ കൊണ്ടുവന്നെത്തിക്കുന്നത് നിങ്ങളാണ്. ഇഷ്ടമാണ്. കാരണം പുള്ളിക്കാരൻ വൺ ഓഫ് ദി പവർഫുൾ പേഴ്സൺ ഇൻ ദി വേൾഡ് ആണ്. ഒരു പവർഫുൾ ഹ്യൂമൻ. നരേന്ദ്രമോദിയെ ഇഷ്ടമില്ലാത്ത എത്ര ആളുകൾ ഉണ്ടാകും? മൂരികൾ ഉണ്ടാകും, സുഡുക്കൾ ഉണ്ടാകും. അല്ലാതെ വിദേശ രാജ്യങ്ങളിൽ പോലും നരേന്ദ്രമോദിയെ നല്ല ഒരു നായകനായി, നേതാവായിട്ട് അംഗീകരിക്കുന്നത് എന്തുകൊണ്ടാ? അദ്ദേഹത്തിന്റെ കർമ്മം എന്താണ്, അദ്ദേഹത്തിന്റെ പ്രവൃത്തി പഥങ്ങളിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്ന് ലോകരാജ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. രാജ്യത്തിന്റെ വികസനം. നമ്മൾ പിന്നെ അങ്ങനെയല്ലല്ലോ. ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്നത് പോലെ നമ്മൾ ഇങ്ങനെ സൂക്ഷ്മ നിരീക്ഷണം വെച്ചിട്ട് നോക്കും നരേന്ദ്രമോദിയുടെ ജെട്ടിയുടെ കളർ എന്താണ്. എനിക്ക് പുള്ളിക്കാരൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് പുള്ളിക്കാരൻ. തീർച്ചയായും ഈ BJP പാർട്ടിയും ഇഷ്ടമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ ചോദിക്കാം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതുകൊണ്ട് ഞാൻ അഭിമാനത്തോടെ ഞാൻ പറയും, ഞാൻ ഒരു സംഖ്യയാണ്. എന്താ പ്രശ്നം? ആർക്കാ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ആർക്കാ പ്രശ്നം? നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാൻ വരുന്നില്ല അല്ലേ? നമ്മൾ ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാൾക്കാരല്ല. നിങ്ങളുടെ പാർട്ടിയിലുള്ള ആൾക്കാർ, ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണോ? നിങ്ങൾ ഈ പറഞ്ഞ അഴിമതിയും കറപ്ഷനും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നിങ്ങളുടെ പ്രവർത്തകരും ലീഡേഴ്സും എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം ശരിയാണോ? ആരും പെർഫെക്റ്റ് അല്ല ബ്രോ. ഇപ്പം BJP രാഷ്ട്രീയ അടിമകൾ പുച്ഛമാണ്. എന്താണ് പുച്ഛം? ഇത്രയും പുച്ഛിക്കാൻ എന്താണ് ഇരിക്കുന്നത്? എന്താ പുച്ഛിക്കാൻ ഇരിക്കുന്നത്? ഒരിക്കലും പുച്ഛിക്കാൻ ഒരു കാര്യമില്ല. നമ്മൾ ഒരു പാർട്ടിനും ഒരാളിനും അടിച്ചമർത്തിക്കൊണ്ട് ഉയർന്നോന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. നമ്മൾ അത്രയും പവർഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ കോമ്പറ്റീറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ആക്ച്വലി എന്താ സംഭവം അറിയാം? പേടിയാണ്. ഞാൻ ഇനി BJP ആണോ, ഇനി കേരളം ഇനി ഭരിച്ചാലോ? അങ്ങനെ ഒരു ദിവസം വരും, അധികം താമസിക്കാതെ വരും. അതിനോട് നിങ്ങൾ തന്നെ ചെയ്ത് വെക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഒരുപാട് പേര് മെൻഷൻ ചെയ്യുന്നുണ്ട്, ഭീഷണിപ്പെടുത്തി. എന്തിനാണ് ഇതിന്റെ ആവശ്യം? ഞാൻ പേടിച്ചു. നിങ്ങൾക്ക് എന്നെ അറിവുള്ളതുകൊണ്ടാ. ഇതൊരു പഴയ കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ ഇച്ചിരി നന്നായിട്ട് ജീവിക്കുന്നതേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിന്റെ ഇഷ്ടത്തിന് അടിച്ചമർത്താനോ അല്ലെങ്കിൽ എന്നെ ചോദ്യം ചെയ്യാനോ നിങ്ങൾ വരേണ്ട കാര്യമില്ല. ഒരു ഒറ്റ ഫോട്ടോ ഇട്ടാണോ നിങ്ങൾ ഇത്രയും ചെയ്യുന്നത്? സത്യം പറയാം, ഈ ഒരു വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ ഇത്രയും ആൾക്കാരെ 10,600 കമന്റ്സ് എനിക്ക് ആവശ്യമില്ല. റീസെന്റ് ഇത്രയും കമന്റ്സ് ഒന്നും എന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ വന്നിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് BJP പാർട്ടിനെ ഇഷ്ടമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സംഖ്യയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അഭിമാനമാണ്. എനിക്ക് ശ്രീ നരേന്ദ്രമോദി അഭിമാനത്തോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരും പറഞ്ഞു തുടങ്ങും, അതേടാ ഞാൻ നരേന്ദ്രമോദിയുടെ ഫാനാണ്, ഞാൻ സംഖ്യയാണ് എന്ന് ഓരോരുത്തരും പറഞ്ഞു തുടങ്ങുന്ന ദിവസങ്ങളാണ് ഇനി നിങ്ങൾക്ക് കേൾക്കാൻ പോകുന്നത്, കാണാൻ പോകുന്നത്. ഇഷ്ടമാണ്. എനിക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറിനെ ഇഷ്ടമാണ്. K. സുരേന്ദ്രൻ സാറിനെയും ഇഷ്ടമാണ്. എന്ത് പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സോ ഇതെനിക്ക് പറയണമെന്ന് തോന്നി. ഞാൻ ഇങ്ങനെ സാധാരണ ഒരു വീഡിയോ തീർച്ചയായിട്ടും നമ്മളുടെ അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഇപ്പോ SDPI പറയുന്നു കേരളം ഞങ്ങൾ പിടിക്കും, 2047 ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് ഞങ്ങൾ മാറുമെന്ന് പറയുമ്പോൾ കുഴപ്പമില്ല. മറിച്ച് ഇനി കേരളത്തിൽ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വരുമ്പോൾ രാജ്യത്തിന്റെ തലസ്ഥാനത്ത്, സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്ത് നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന് ഒരു BJP മേയർ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് കളിയാക്കിയവർ ഇന്ന് ആ മേയർക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു സാഹചര്യം വന്നില്ലേ? ആരെയാ ഇവര് പുച്ഛിച്ച് തള്ളുന്നത്? വേണ്ടാത്ത കല്ലൊടുവിൽ മൂലക്കല്ലായി മാറുമെന്ന് പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയെ ചായക്കടക്കാരൻ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചിട്ട് ആ ചായക്കടക്കാരൻ ഇന്ന് ഈ രാജ്യത്തെ സാമ്പത്തികമായി വളർത്തിക്കൊണ്ടുവരുന്നതിൽ അസൂയയുള്ള ആളുകൾ, നരേന്ദ്രമോദിയിലേക്ക് ആളുകൾ ഒഴുകിയെത്തുമ്പോൾ അതിനെ തടയാൻ ഇതുപോലെ ഒരുപാട് വിദണ്ഡവാദങ്ങളുമായിട്ട് വരും. അതൊക്കെ നമ്മൾ എത്ര കണ്ടതാ. നന്ദി.